ഖുൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ല മതി എന്ന് പറയൂ. കൊടയാണി തോർത്ത് എന്നിട്ട് നിരത്തകൾ വിരിച്ച് അവിടെ ഇരിക്കല, നേരെ അവിടെ ഇരിക്കല. പിന്നെ അത് കഴിയുമ്പോൾ നേരെ ചെന്നിട്ട് ആ മൗലവി ഒന്ന് കാണണമല്ലോ. അപ്പൊ ഇപ്പം നാട്ടിൽ അറിയപ്പെട്ട ഗുണ്ടയായിരിക്കും. അപ്പൊ ഈ വഹാബികളൊക്കെ കൂടി വളഞ്ഞിട്ട് ഇവരൊരു കൊണ്ടുപോക്കുന്നുണ്ട്. ഇവൻ തല്ലാൻ പോവാണോ ഇടിക്കാൻ പോവാണോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ വലിയ ഗുണ്ടകളെ പോലെ മസലൊക്കെ കാണിച്ചു. മസലൊന്നും ഉണ്ടായിട്ടല്ല, മുജാഹിദുകൾ അങ്ങനെ മസലൊന്നും കാണിച്ചല്ല. എങ്കിലും ഇവനൊരു പ്രൊട്ടക്ഷനൊക്കെ സ്വീകരിച്ചിട്ട് കൊണ്ടുപോയി മൗലവിയെ കാണിച്ച്, മൗലവി ആ ആയത്തൊന്ന് എഴുതി തരുമോ എന്ന് ചോദിക്കണേ. ഏതായത്ത്? ഈ അലൈസല്ലാഹു അല്ല പോരേന്നെന്തോ ചോദിച്ചല്ലോ ഉസ്താദ്, ഖുർആനിലുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ ഉണ്ടേ, ആ ആയത്തൊന്ന് എഴുതി തരുമോ? അപ്പൊ എഴുതി കൊടുക്കും മൗലവി, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. ഇവൻ ഈ പേപ്പറും പിടിച്ച് പോവാണ്. എങ്ങോട്ടാ? ഖത്തീബ് ഉസ്താദിന്റെ മുറിയിലേക്ക്. ഉസ്താദേ, ഇതെന്താ ഇത്? അറബി എന്ന് വായിച്ചാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. ഉസ്താദിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ അടിമക്ക് അല്ല പോരേന്ന്. അത് തന്നെയാണോ അതിന്റെ അർത്ഥം? അത് തന്നെയാണ് എന്റെ അർത്ഥം. എങ്കിൽ ആ റാത്തീബിന്റെ ബുക്കിൽ എന്റെ പേരൊക്കെ വെട്ടിയാടി ചെയ്തു. ഓൻ അന്ന് മുതൽ വഹാബിയ നാട്ടില്. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ, ഈ കൂടിയ ആൾക്കാരിൽ ഭൂരിഭാഗവും